പ്രോഗ്രാമിലേക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അഭേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കാലമായി മൈക്കെല്ലാം പിടിച്ചിട്ട്. അപ്പൊ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ മലയാള സിനിമയിലെ ചില സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം പുകകൾ അടിഞ്ഞുകൂടും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. താങ്ക് യു. അപ്പോൾ മലയാള സിനിമയിൽ ഉയരക്കുറവുണ്ട്, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയ ഒരു താരമുണ്ട്. ഉണ്ടപ്പക്രു എന്നറിയപ്പെടുന്ന അജയൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. എടാ ബാബു, കള്ളനായിന്റെ പോലെ എന്റെ നിന്റെ ഓൾ തിറക്കടാ പട്ടി. ഞാൻ ഈ നാട്ടിൽ കരിച്ചു കൊടുക്കുന്നവനല്ലേടാ ബാബു, താഴെ ഇറക്കിയിട്ട് പോടാ. എടാ ബാബു. താങ്ക് യു. ഇനി നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം മാമുക്കോയ. കള്ളനായിന്റെ മോനെ, എവിടുന്നാണ് വണ്ടി കയറി വന്നത്? നമ്മളിത് കാലിഫോർണിയയിലേക്ക് ചരക്കുണ്ടോന്നൂരാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളിത് ദുബായ് കടപ്പ് പോയി തിരിച്ചുവിടാം. പിന്നൊരു കണ്ടീഷൻ ഉണ്ട്, നീന്തണം. അത്യാവശ്യം പൊടിച്ചിരിക്കാൻ മാത്രം അറിവൊക്കെ നമ്മൾ പഠിപ്പിച്ചതാ. അസ്സലാമു ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. അസ്സലാമു വലൈക്കും. വലൈക്കും മുസ്സലാം. പോട്ടെ മോനെ. താങ്ക് യു. ഇനി ഒരു മിമിക്സ് മോർഫിംഗ് ആണ്. നമ്മുടെ മലയാള സിനിമയിലെ അശോകന്റെ ശബ്ദത്തിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് ഒരു മിമിക്സ് മോർഫിംഗ്. ആദ്യമായി അശോകൻ. ഇതറമാരെ മക്കളുടെ പിടിയിൽ പോയി അല്ല. രാധ ഓർക്കുന്നുണ്ടാവും. നമ്മൾ എന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. രാധ ജയിച്ച ഒരു സാധന പ്രദർശനം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാറിനെ പോയിട്ട് കണക്കിലെ 6 അക്ഷരം പോലും ആരും ക്ഷണിച്ചിട്ടില്ല. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മുടെ അപ്കമിങ് സൂപ്പർ സ്റ്റാർ ഒരു പൃഥ്വിരാജിന്റെ ശബ്ദം. അദ്ദേഹത്തിന്റെ താന്തോന്നി എന്ന സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗ്. അന്നേ സാക്ഷാൽ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഈ അപ്പക്കാട്ടിൽ അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ചത് മുരിങ്ങത്തോരമുഖത്തുനിന്ന് ചീങ്കണ്ടി പരുവത്തിലായ നീയൊക്കെ ഈ വടക്കം വീട്ടിലുണ്ടായ കൊച്ചുകുഞ്ഞിന്റെ കയ്യും കാലും വിട്ട് രോമം അടിക്കുള്ള. എന്നാ പിന്നെ വെട്ടി പഠിക്കണ പന്ന കഴിവാണ്. ഈ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തെറിഞ്ഞാൽ. താങ്ക് യു. അടുത്തായി വില്ലൻ റോളുകൾ ഒരുപാട് ചെയ്തത് ഇപ്പോൾ ഹാസ്യ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീമൻ രഘു. അതിന്റെ ശബ്ദം. വരണം മിസ്റ്റർ ഇൻഡിച്ചൂടെ. ഈ പരപ്പൂരമുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂര് കോട്ട മൈതാനം വരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതാണ്. കൊണ്ടുവാടാ അവിടെ വിനാശകാല് വിപരീത ബുദ്ധി. താങ്ക് യു. അത് നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ ശലീം കുമാർ. അദ്ദേഹം. എന്താണ് ഇത്? കണ്ണ മുതലാളി, ഇത് ദാസ മുതലാളി, ഇത് സംഗീത, ഇത് മീനാക്ഷി. അല്ല, ഇതാരാ? ജോസഫെട്ടനോ? ആരേ ജോസഫെട്ട്? ജോസഫെട്ടനോട് വരാൻ പറഞ്ഞത്. ജോസഫെട്ട പോ. താങ്ക് യു. ഇനി ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. അയ്യോ, ഇതാരൊക്കെയാ ഇരിക്കുന്നത്? തല്ലിയൊടിക്കണ അവന്റെ കാല്. അയ്യോ, ഇറ്റ കാലല്ലടാത്തുണ്ട് അവന്റെ കാല്. ഇനി ശബ്ദ ഗാംഭീര്യം കൊണ്ട് ഇതുപോലെ ഒരുപാട് ജനങ്ങൾ കീഴടക്കിയ മറ്റൊരു താരമാണ്, പഴയകാല സിനിമാ താരമാണ് ശ്രീ MS പുണ്യധരൻ. മംഗലശ്ശേരിക്കാരാണെന്ന് പറഞ്ഞ ആരും അറിയും. പത്താനും അതൊരു താണപ്പെട്ടുള്ളതാണ്. പിന്നെ ഈ സഹതമുണ്ട്. പിന്നെ വെച്ചതെന്താ വെച്ചാ ഈ കയ്യിലേക്കും കുട്ടിക്കും മനുഷ്യനൊക്കെ ഒരു പ്ലേറ്റിൽ ആഹാരം പോട്ടെ. അവസാനമായിട്ട് ഒരു ശ്രമമാണ് നമ്മുടെ ബാല. വളരെ സങ്കടമുണ്ട് സന്തോഷ്. നീ ലെമൺ ടീ ചോദിച്ച സത്യം പറയാം. നീ ലെമൺ ടീ